ഇന്നത്തെ എപ്പിസോഡിൽ ആര്യനും ലാലേട്ടനും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ബിഗ് ബോസിന്റെ ടാസ്കിന്റെ ഭാഗമായിട്ട് ഒരു മുട്ടത്തോട് പോലത്തെ ഒരു സാധനം, അതായത് പാതി മുട്ടത്തോട് പോലത്തെ ഒരു സാധനം തലയിൽ വെക്കാനായിട്ടുള്ള ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മുട്ടത്തോടിലെ ഒന്ന് ആര്യനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആര്യന്റെ ഒരു കൊണയിലെ ചോദ്യങ്ങൾ ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഒരു മാതിരി ചോദ്യങ്ങൾ, ഒരു ലോജിക്കും ഇല്ലാത്ത കുറെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. ഇതിന്റെ കാരണം ഇത് ബിഗ് ബോസ് പറയും, അപ്പോഴേ ഇത് ഊരാവുള്ളൂ, ഊരിയാൽ അതിൽ വേറെ പണി കിട്ടും. ഓക്കെ, ലാലേട്ടൻ പറയുന്നുണ്ട് ബിഗ് ബോസ് പറയും, ബിഗ് ബോസ് പറയുമ്പോഴേ അത് ഊരാൻ പാടുള്ളൂ, അതല്ലാതെ ഊരി കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആര്യൻ ചോദിക്കുന്നുണ്ട്, നോക്കാം എന്ത് ചോദിക്കുന്നു. ഓക്കെ, ആര്യൻ ചോദിക്കുന്നത് കുളിക്കുമ്പോ ഊരാൻ പറ്റുമോന്ന്. കുളിക്കുമ്പോ അതെങ്ങനെ വെച്ചിട്ട് അതെങ്ങനെ തല വെച്ചിട്ട് കുളിക്കുക? ഇതൊക്കെ ലോജിക്കലായിട്ടൊന്ന് ചിന്തിച്ചൂടെ? ഇത് വെറുതെ ഇത് ലാലേട്ടനെ അതായത് എങ്ങനെയെങ്കിലും ഊക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന രീതിയിലാണ് ആര്യൻ ഇപ്പൊ ചോദിച്ചിട്ടുള്ളത്. ലാലേട്ടനെ ഊക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. ഓക്കെ, നോക്കാം, ബാക്കി നോക്കാം. അപ്പൊ ഇങ്ങനെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കുളിക്കാറുണ്ടോന്ന്. കുളിക്കുമ്പോ എന്ത് ചെയ്യണം അറിയാം? കുളിക്കുമ്പോ അത് ഊരി വെക്കുക, കുളിക്കുക, നന്നായിട്ട് തല തുറച്ച ശേഷം തലമുടി ചീവിട്ട് വീണ്ടും വെക്കുക. ഓക്കെ, ലാലേട്ടൻ അങ്ങനെയൊക്കെ ഒപ്പിച്ച് പറഞ്ഞു. അതായത് ലാലേട്ടനോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കുളിക്കുമ്പോൾ ഊരാൻ പറ്റുമോ, ഇനി വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഊരാൻ പറ്റുമോ ഒന്നും പറഞ്ഞിട്ടില്ല. ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടില്ല. ബിഗ് ബോസ് ആകെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടാവും എന്താ, ബിഗ് ബോസ് പറയുന്ന സമയത്തെ അത് ഊരാൻ പാടുള്ളൂ എന്ന് ലാലേട്ടനോട് പറയാൻ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ആര്യൻ അതിന്റെ മേലെ കൂടെയാണ് ഈ ഒരു ചോദ്യം, അതായത് ലാലേട്ടനെ എങ്ങനെയെങ്കിലും ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതോടെ ആര്യൻ നിർത്തിയിട്ടില്ല. നോക്കാം, വേറെ സംശയം വല്ലതും ഉണ്ടോ? വേറെ സംശയം വല്ലതും ഉണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആര്യന് ഇപ്പൊ ഒരു ഡൗട്ട് വരും. ആര്യന്റെ ആ മുഖത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ലാലേട്ടനെ വീണ്ടും ഊക്കാൻ വേണ്ടിയിട്ടാണ് ആര്യൻ ചോദിക്കുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡിനെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഹീറോ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആ ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നവരെല്ലാം പുറത്ത് ജനങ്ങൾ ഇഷ്ടപ്പെടും എന്നാണ് ആര്യൻ വിചാരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അത് തെറ്റായ ഒരു കാര്യമാണ്. ആര്യൻ ഈ ഒരാഴ്ച നോമിനേഷനിലുണ്ട്. ഓക്കെ, ഡയറക്റ്റ് ലാലേട്ടൻ തന്നെ നോമിനേഷനിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ച വോട്ടിംഗ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വോട്ടിംഗ് നല്ല രീതിയിൽ കുറവുണ്ടാവും. ആര്യൻ ഈ പ്രാവശ്യം വോട്ടിംഗിൽ തീർന്നു. നമുക്ക് ബാക്കി നോക്കാം. എന്നെ ഊരാണോ അതോ നീ കറക്റ്റായിട്ട് ചോദിക്കാണോ? കാരണം ലാലേട്ടൻ അത്രയും വിഷമമാണ്. കാരണം ഈ ഒരു ചോദ്യമൊന്നും ലാലേട്ടൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ചോദിക്കുന്നത് കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ഒരാൾ ഇമാരി ഒരു ചോദ്യം ചോദിക്കുന്നു ലാലേട്ടൻ വിചാരിച്ചിട്ടുണ്ടാവില്ല. ആര്യൻ ആ ചെയ്തത് വളരെ മോശമായി പോയി ഞാൻ പറയത്തുള്ളൂ. സീരിയസ് ആയി ചോദിച്ചോ? എനിക്കറിയില്ല. ബിഗ് ബോസ് പറയാം അപ്പൊ ഊരണം. ഇത് ആദ്യം ലാലേട്ടൻ പറഞ്ഞല്ലേ, ബിഗ് ബോസ് പറയും എപ്പോ ഊരണമെന്ന്. പിന്നീട് ഓരോ ചോദ്യങ്ങൾ അവൻ മാസാൻ വേണ്ടി ചോദിക്കുന്നത്. അവൻ അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. കാരണം അന്ന് ശൈത്യ സ്റ്റോറി പറഞ്ഞപ്പോ ചിരിച്ചു, എന്നിട്ട് എന്തൊക്കെ ഇംഗ്ലീഷിൽ ഒരു കാരണം പറഞ്ഞിട്ട് വിട്ടു, ഇപ്പൊ ഇങ്ങനെ ചെയ്തു. ആരും കുറച്ച് ഓവറാണെന്ന് എനിക്ക് തോന്നുന്നു. ചോദിക്കാൻ വേണ്ടിയാണ് ചോദിച്ചത് എന്തോ അവനാ. എന്നിട്ടും അവനാ ഈ കോപം വിട്ടിട്ടില്ല, അവൻ ആ ഒരു ദേഷ്യം വിട്ടിട്ടില്ല. ലാലേട്ടൻ എന്നിട്ട് ശരി ഇനിയിപ്പൊ അവനെ വിഷമാവണ്ടെന്ന് കരുതിയിട്ട് ഉറങ്ങുമ്പോൾ വെച്ചോളൂ, എന്നിട്ട് ഊരിപ്പോയാൽ വീണ്ടും വെച്ചോളൂ എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആരും ചെയ്തത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ് ചെയ്യും. അപ്പൊ ഈ ഒരു വീഡിയോനെ കുറിച്ച് ഇത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. ഇതേപോലെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് അടിച്ച് വെച്ചേക്കാം. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. ബൈ. ഈ ആഴ്ച ആര്യന്റെ വോട്ടിംഗ് എന്തായാലും തീരുമാനമാവും.